നമ്മുടെ ഈ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ വളരെയധികം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തിരുമേനി ചെയ്യുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് തിരുമേനി ഞങ്ങൾക്കൊരു ബ്രീഫായിട്ടൊരു ഐഡിയ തരാം. ഈ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ ഇതൊരു പഴയ പത്രമാണ്. 125 കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു ഡയസിസാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ വളരെയേറെ ഈ സഭാ പ്രശ്നങ്ങൾ ഉള്ള ഒരു ഡയസിസാണ്. മിക്കവാറും വലിയ പള്ളികളെല്ലാം തന്നെ 2 കക്ഷികളും ഉള്ള പള്ളികളാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഭദ്രാസനത്തിന് വേണ്ട വിധത്തിൽ ഇവിടുത്തെ ഒരു ഭദ്രാസനമുള്ള നിലയിൽ ചുമതലകൾ നിർവഹിക്കാൻ സാധിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല എന്നൊരു വിലയിരുത്തലാണ് എനിക്കുണ്ടായിരുന്നത്. വളരെ ദീർഘകാലത്തെ പാരമ്പര്യം ഉള്ള ഒരു ഭദ്രാസനമാണെങ്കിലും എൻ്റെ ആദ്യം ആ സമയത്ത് വളരെയധികം ഭൗതിക സാഹചര്യങ്ങളുള്ളൊരു ഡയസിസുമായിരുന്നു. വളരെയേറെ ഏക്കർ സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെയുള്ള വളരുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാറ്റിനും ആൾക്കാർ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഒരു ഡയസിസ് ഒരു ഏറിയായിരുന്നു. പക്ഷേ ഈ കക്ഷി വഴക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഡയസിന് വേണ്ടത് കഴിഞ്ഞ കാലത്ത് വളരുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതൊരു കാലത്തുണ്ടായിരുന്ന സാധ്യതകളെല്ലാം അത് നഷ്ടപ്പെടുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പട്ടയേറ്റൊരു സമയത്ത് ഈ ഭദ്രാസനത്തിനൊരു പുതിയ അതായിട്ട് ഇതിൻ്റെ ബാധ്യതകളെ പറ്റി, ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധ്യപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു ശ്രമം ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ 90-ലാണ് ഞാൻ പട്ടയേറ്റത്. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചത്, ഒന്ന് ഈ ഡയസിസിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രാക്കിൽ മാത്രം നീങ്ങുകയല്ല. ഉദാഹരണം പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക. അതിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ വഴിയുള്ള സ്ഥാപനം. മറ്റേ ചിലത് ദരിദ്രരായ മനുഷ്യർക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതാണ് ജീവകാരുണ്യ പ്രവർത്തികൾ നമ്മൾ സാധാരണ ഇത് പറയുന്നത്. അവരുടെ ആവശ്യമുള്ള ഭക്ഷണം, വൈദ്യസഹായം, കുട്ടികളെ കല്യാണം കഴിക്കും, വിദ്യാഭ്യാസം, ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുക. അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ധർമ്മസ്ഥാപനങ്ങളാണ്. 2 തരത്തിലുള്ളതുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള വളർച്ച, ഭൗതിക വളർച്ച എന്ന് പറയുന്നത് ഒരു ഡയസിസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബുദ്ധിപരമായിട്ട് വളർച്ചയുള്ള ആൾക്കാർ ഡയസിസിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭാജീവിതത്തിൽ നിന്ന് വിട്ടുവരാൻ അവരവരുടെ ട്രാക്കിൽ തിരിഞ്ഞു നോക്കുക. അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് നേതൃത്വം കൊടുക്കാൻ, അവർക്ക് പങ്കുചേരുവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതൊരു വേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മീഡിയോക്കർ, അതായത് തീർത്തും മോശമല്ലായിരിക്കും, വളരെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നില്ലല്ല, എങ്ങനെ കുറേ പള്ളിക്കൂടം ഉണ്ടാക്കുക, അങ്ങനെയുള്ളൊരു തരത്തിൽ നിന്ന് മാറി ഇനി ഒരു വളരെ കോമ്പറ്റീഷൻ ഉള്ളൊരു മേഖലയാണ് വിദ്യാഭ്യാസം. ഇപ്പോൾ നല്ല വിദ്യാഭ്യാസം, നാടിന് പറ്റിയ വിദ്യാഭ്യാസം, അതിൻ്റെ ചലഞ്ചസ് ഏറ്റെടുക്കുന്ന വിദ്യാഭ്യാസം കൊടുക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ സഭ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകൾ, അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ഈ സമൂഹമായിട്ടുള്ള ഇൻറ്ററാക്ഷന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ, അതായത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളുമായിട്ട് ചർച്ച ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ഒരു സഭാ സങ്കല്പം എന്ന് പറയുന്നത്, സഭയുടെ പ്രവർത്തന സങ്കല്പം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ട്രാക്കിലേക്ക് മാത്രം ശ്രദ്ധിക്കുകയല്ല, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ചെറുപ്പക്കാർക്കും, സ്ത്രീകൾക്കും, ദളിതർക്കും, പ്രായമുള്ളവർക്കും, അവരെല്ലാവർക്കും ഈ സഭയിൽ പങ്കാളിത്തം കിട്ടുന്ന അങ്ങനെ ഒരു ധാരണ വെച്ചാണ് ഞാൻ ആദ്യം തൊട്ട് നടക്കുന്നത്. രണ്ടാമതൊരു കാര്യം, ഇതെല്ലാത്തിനും വേണ്ടി ഈ പണം സമാഹരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ബാധ്യതയായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. ആൾക്കാരെ, സാമ്പത്തിക ശേഷിയുള്ളവരെ, ഭൗതിക ശേഷിയുള്ള ആൾക്കാരെ നമ്മൾ ഈ സഭാപ്രവർത്തനത്തിൽ ചേർത്ത് പ്രവർത്തിക്കുക എന്നുള്ള, അപ്പോൾ അതിന് സഭയ്ക്ക് അതിനകത്ത് ഒരു കൂടുതലായിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ചേർത്ത് അവരുടെ പ്രവർത്തന ശേഷി, അവരുടെ ബുദ്ധി, അവരുടെ സാമ്പത്തിക ശേഷി എല്ലാം ഈ സഭയുടെ പൊതുവായ വളർച്ചയ്ക്ക് കിട്ടണം. അല്ലാണ്ട് എഴുതി കിട്ടണം, ഞാൻ തന്നെ ചെയ്യണം, അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധി കാണിക്കാറില്ല. അത് 2 തരത്തിലാണ്. ഒന്നാമത് ഇത്തരത്തിലുള്ള ഈ റിസോഴ്സസ് എല്ലാം, അത് ഭൗതികമായിട്ട് സാമ്പത്തികമായിട്ട് എല്ലാം പൂൾ ചെയ്യാൻ സാധിക്കും. അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിന് പോകേണ്ട കാര്യമില്ല. അവർ ഓരോ പ്രസ്ഥാനങ്ങളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നടത്തിക്കൊണ്ട് പോകും. ഇങ്ങനൊരു ചിന്തയാണ് ഉണ്ടായത്. അതെല്ലാം
വളരെ കൃത്യമായിട്ട് ഈ ഭദ്രാസനത്തിൻ്റെ കമ്മിറ്റി തീരുമാനിച്ചു എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടിച്ചേർത്ത് അവർക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അത് പൊതുവായിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് മനുഷ്യൻ്റെ റിസോഴ്സസ്, അത് ബുദ്ധിപരമോ എന്തെങ്കിലും ആയിട്ടുള്ള അത് എല്ലാവരുടെയും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു പൂൾ ചെയ്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുക. രണ്ട്, വൈവിധ്യമാർന്ന പ്രസ്ഥാനങ്ങൾ, അതായത് ഏതെങ്കിലും ഒരു ട്രാക്കിലേക്ക് പോകാതെ പ്രവർത്തിക്കുക. അതങ്ങനെ ഒരു സമഗ്രമായ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ ആദ്യം തൊട്ട് തുടങ്ങിയത്. ചിലപ്പോൾ ഓരോന്നായിരിക്കും തുടങ്ങിയെന്ന് മാത്രമേ. അപ്പോൾ ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രസ്ഥാനങ്ങളും നമുക്ക് ഇവിടെയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 2-3 കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത പ്രവർത്തനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഒന്ന് ഇവിടെ 10-200 കുടുംബക്കാർക്ക് അരി, പയർ, എണ്ണ ഇത് നൽകുന്ന ഒരു പരിപാടിയുണ്ട്. അത് ജാതി മതമൊന്നും നോക്കിയല്ല, ഏതെങ്കിലും ഏരിയയിൽ പള്ളികളിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു 10-15 പള്ളികളിൽ അവർ 10-15 ആൾക്കാരെ വെച്ചിങ്ങനെ കൊടുക്കുന്ന പ്രസ്ഥാനം അങ്ങനെ കഴിഞ്ഞ് 2 വർഷമായിട്ട് നടക്കുന്നു. അത് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10-20 പേർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന എല്ലാ മാസവും 1000-2000 ഇടയ്ക്കുള്ള റേഞ്ചിൽ നമ്മൾ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യം നടക്കുന്നുണ്ട്. കാരണം ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നുള്ള കുട്ടികളായിരിക്കും ഞങ്ങൾ നഴ്സിംഗ് വരുന്ന കുട്ടികൾ മിക്കവാറും. അവർക്ക് പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് കൊടുക്കുക. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നോൺ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട്, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും വേണ്ട, നടത്തുന്ന കാര്യങ്ങൾ, ഭക്ഷണം, അതായത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭ്യമാക്കുവാനുള്ള ഒരു ശ്രമം. രണ്ടാമതായിട്ട് നമ്മൾ നടത്തുന്ന അതായത് ഈ സഭയുടെ ഒരു വളർച്ച എന്ന് പറയുന്ന ഒരു അടിസ്ഥാന ഒരു താല്പര്യം എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക വളർച്ചയാണ്. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു റീജനറേഷൻ, അതായത് ഒരു പുനർജീവനം ഉണ്ടായെങ്കിൽ മാത്രമേ സഭയ്ക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതിലൂടെ മാത്രമേ നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള അച്ഛന്മാർ സഭയ്ക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഒരു ആധ്യാത്മിക ആയിട്ട് വളരുന്നതിനുള്ള സാധ്യത അത് ഇവിടെ പ്രത്യേകിച്ച് ഈ വടക്കൻ ഭദ്രാസനങ്ങൾ പലയിടത്തും അതില്ല. കാരണം ഈ വഴക്കും പ്രശ്നങ്ങളോട് അച്ഛന്മാർക്കാണെങ്കിൽ വേണ്ട വിധത്തിൽ പാസ്റ്റൽ കെയർ നടത്താൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള അച്ഛന്മാർക്ക് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അവർക്ക് തന്നെ ഒരു മനമെടുപ്പുണ്ട് ഇതിനകത്ത് പ്രവർത്തിക്കാനൊക്കെ. ആ സാഹചര്യത്തിൽ പലപ്പോഴും ഇടവകളിൽ പോയി പ്രവർത്തിക്കാൻ, ഒപ്പം തന്നെ പല ഇടവകളിൽ ഇവിടെ വന്നു ചേർന്ന് അവരുടെ ആവശ്യങ്ങൾ, പാസ്റ്റൽ കെയർ നീഡ്സ് കേറ്റർ ചെയ്യാനുള്ള സെൻറ്റേഴ്സാണ് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും കൂത്താട്ടുള്ള അടുത്ത് വടകരയുണ്ട്, കോലഞ്ചേരിയിലായിട്ട് 2 സെൻറ്റേഴ്സ് നടക്കുന്നുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ധ്യാനങ്ങൾ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങൾ നമ്മൾ നടന്നു. അവിടെ മറ്റ് പല സമുദായങ്ങളിൽ നിന്നും സഭകളിൽ നിന്നൊക്കെ ആൾക്കാർ വരും. നമ്മളുള്ള ആൾക്കാർക്കൊപ്പം തന്നെ നമ്മൾ ആ നീഡ് കെയർ ചെയ്യുന്നത്. തിരുമേനി കൂത്താട്ടോളം മറ്റേ രണ്ടാമത്തെ സ്ഥലം ഏതായിരുന്നു? കോലഞ്ചേരി. അത് നല്ല ഭംഗിയായിട്ട് നടന്നു പോകുന്ന 2 സെൻറ്റേഴ്സാണ്. അപ്പോൾ ഒരു ആധ്യാത്മിക നവോത്ഥാനം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കരുതുന്ന ഒന്നാണ്. അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അവിടെ നമ്മൾ ചെയ്യുന്നത് ഒന്ന് ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ധ്യാനം. ആ ധ്യാനത്തിൽ വരുന്ന ആൾക്കാർ എന്തെങ്കിലും മാനസിക പ്രയാസങ്ങളുള്ളവർ, കുടുംബ പ്രശ്നങ്ങളുള്ളവർ, സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവർ, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് തകർന്നവർ, പഠനത്തിന് ബുദ്ധിമുട്ടുള്ളവർ, ജോലിയിൽ പ്രതിസന്ധിയുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, കൂടുതൽ അവർക്ക് തന്നെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ, അവർ രാജ്യത്ത് ധ്യാനം കൂടി വരുമ്പോൾ അവർക്ക് ഒരു സന്തോഷത്തോടെ തൃപ്തിയോടുകൂടി അവരുടെ ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതും, എങ്ങനെ ഇതുപോലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത് അതിൽ അവർക്ക് കിട്ടിയ വെളിച്ചത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ ഫലപ്രദമായിട്ട് നടത്തിക്കൊണ്ടു പോകാമെന്നുള്ള എൻലൈറ്റൻമെൻറ്റ് നൽകുക. പിന്നെ രോഗം ബാധിച്ച, ചിലപ്പോൾ ക്യാൻസർ, വളരെ മാറില്ലാത്ത അസുഖങ്ങൾ ബാധിച്ചത് ആൾക്കാർക്ക് അവർ ഈ രോഗം മാറിയില്ലെങ്കിലും ക്രൈസ്തവരായിട്ടും വിശ്വാസം ജീവിക്കാനുള്ള ശക്തി കയറുക. അതായത് രോഗം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായി നടക്കുന്ന സംഗതിയാണ്. ആ രോഗം വന്നാലും മനുഷ്യൻ മരിച്ചാൽ അപ്പുറം ഒരു ജീവിതമുണ്ട്. മാത്രമല്ല, നമുക്ക് ഇത്രയും കാലം ദൈവം ഇത്രയും പരിപാലിച്ചെങ്കിൽ കുടുംബത്തെയും, അങ്ങനെയൊക്കെയുള്ള മനുഷ്യർ ഒരു ചെറുപ്പത്തിൽ രോഗം, ക്യാൻസർ വന്ന ഒരാളുടെ ഒരു കുടുംബത്തെ പറ്റിയുള്ള ഭാരമായി അത് ദൈവം നോക്കിക്കൊണ്ടുപോകാനുള്ള, ദൈവത്തെ ആശ്രയിക്കുവാനുള്ള ഒരു പ്രേരണ കൊടുക്കുക. അത് അവർക്ക് ദൈവം നോക്കിക്കോളും, ഞാൻ മരിച്ചാലും എൻ്റെ കുടുംബത്തെ ദൈവം അന്വേഷിച്ചോളൂ, ഇങ്ങനെയൊക്കെയുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥ സൃഷ്ടിച്ചെടുക്കുക. അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് ആധ്യാത്മികമായിട്ട് വളർത്തിയെടുക്കുക.
ഒരു പുതിയ ജീവിതം, ഒരു റിന്യൂവൽ കുടുംബത്തിൽ ഉണ്ടാക്കിയെടുക്കുക, ഇതിനൊക്കെ വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട്, ഒപ്പം തന്നെ ഒരു ആരാധന, നമ്മുടെ പൗരസ്യ ആരാധനയും കുർബാനയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ സഹകരിച്ച് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. അത് നന്നായിട്ട് നടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ പ്രസ്ഥാനങ്ങളായിട്ടൊരു മാസിക നടക്കുന്നു. സുഗത വോയിസ് എന്ന് പറഞ്ഞ ഒരു പരിപാടി നടത്തുന്നത്. ടെലിവിഷനിൽ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് പ്രക്ഷേപണം നടത്തുന്നുണ്ട്. സ്റ്റുഡിയോ ഉണ്ട്. അതിനുള്ള അനുബന്ധ സ്ഥാപനങ്ങൾ, ചാപ്പൽ എല്ലാം നടക്കുന്നുണ്ട്. സൺഡേ സ്കൂളുണ്ട്. നമ്മുടെ തന്നെ സൺഡേ സ്കൂളിൻ്റെ ഒരു ഇതുണ്ട് അവിടെ. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റലായിട്ട് നമ്മൾ നടത്തുന്ന, അപ്പോൾ പുതിയ ഇൻപുട്സ് ഒക്കെ വരുമ്പോൾ അവിടെ തന്നെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യും. അങ്ങനെ ഒരു നല്ല മന്ത്ലി ബൈബിൾ സ്റ്റഡി നടത്തുന്നുണ്ട്. അതിപ്പോൾ ഇവരെല്ലാം പഠിച്ചിട്ട് വരും, വേദവസ്ത്രം പഠിച്ചിട്ട് വന്നിട്ട് ഒരു വേദഭാഗം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രസംഗം പറയല്ല, അവർ പഠിച്ചത്, അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടായത്, അവർക്ക് എങ്ങനെ ഈ കാര്യങ്ങൾ, ഈ വേദഭാഗത്ത് അവർക്ക് കിട്ടിയൊരു മെസ്സേജ് എന്താണ്, ഇതെല്ലാം അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെല്ലാം കാര്യങ്ങളും എല്ലാവരും കൂടി ചർച്ച ചെയ്ത് ഒരു 1.5 മണിക്കൂറാണ്. അത് വളരെ ഒരു എൻറിച്ചിങ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഈ ആധ്യാത്മിക മേഖലയിൽ വളരെ കൺവെൻഷനലായിട്ടുള്ള അതായത് വളരെ യാഥാസ്ഥികമായി നിലവിലിരുന്ന ഇതിനോടനുബന്ധിച്ച് പുതിയ പരീക്ഷണങ്ങൾ നടത്തുവാൻ ഇതിനോടുള്ള ഒരു ഇടം ഈ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പിന്നെ അവിടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം, ദമ്പതികൾക്ക് വേണ്ടിയുള്ള ധ്യാനം, വിവാഹത്തിന് ജീവിതത്തിന് തയ്യാറാകുന്നവർക്ക് വേണ്ടി ഒരുക്ക ധ്യാനങ്ങൾ, വാർദ്ധക്യത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, ഇങ്ങനെയൊക്കെയുള്ള പല ധ്യാനങ്ങൾ പ്രത്യേകമായിട്ട് കാറ്റഗറി തിരിച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് ഇത് രണ്ടും പ്രധാനമായിട്ട്. അത് ഓരോടത്തും 100 പേർക്ക് താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടി ഒരു സംവിധാനമുണ്ട്. അതൊക്കെ അവിടെ തന്നെ ഒരു വോയിസ് ഹോം കുട്ടികൾക്ക് വേണ്ടിയുള്ള, അതായത് റിജക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് താമസിപ്പിക്കാൻ വേണ്ടി ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ച സ്ഥലമാണ് ഇതിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. മറ്റിടത്ത് അത്രയും ഒരു സൗകര്യമായിട്ടില്ല. എങ്കിലും ഈ 3-4 ദിവസത്തേക്ക് ധ്യാനം ഉണ്ടെങ്കിൽ ഓരോ ദിവസവും പോയി വരുന്ന ഒരു സംവിധാനമാണ്. രണ്ടിടത്ത് അച്ഛന്മാർ വളരെ കാര്യമായിട്ട് സഹകരിക്കുന്നുണ്ട്. അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. തിരുമേനി, ആ വോയിസ് ഹോം തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുവെന്ന്, അത് നമ്മളെപ്പോഴത്തേക്കാണ് അതിൻ്റെ സ്ഥലം വാങ്ങിച്ചു. പറഞ്ഞാൽ അതിൻ്റെ ഒത്തിരി ലൈബിലിറ്റി ഉണ്ട്. അതിൻ്റെ 3 കോടി രൂപയോളം ആ സ്ഥലത്തിന് തന്നെ. ഈ കോലഞ്ചേരി എന്നൊക്കെ പറയുന്നത് വളരെ വില കൂടിയ സ്ഥലമുള്ള, സ്ഥലത്തിന് വില കൂടിയ ഒരു ഏരിയയാണ്. അപ്പോൾ ആ സ്ഥലം വാങ്ങിച്ചു. അത് ബാങ്ക് ലോൺ എടുത്താണ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടത്തി കുട്ടികളെ താമസിപ്പിക്കാൻ ഇപ്പോൾ ഉടനെ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഇപ്പോൾ ഉള്ള സംവിധാനത്തിൽ കുട്ടികളെ ചേർത്ത് താമസിപ്പിച്ചുകൊണ്ട് തുടങ്ങാമെന്നുള്ള ഒരു ഇതാ ഉള്ളത്. നമ്മുടെ അച്ഛന്മാർ, വള്ളിക്കാട്ടിലച്ഛൻ പറഞ്ഞ അച്ഛനാണ് അതിൻ്റെ ജോണച്ചനാണ് അതിൻ്റെ ഒരു നേതൃത്വം കൊടുത്ത് ആ പ്രസ്ഥാനം നടന്നത്. ഇവിടെ കളപ്പുരക്കലച്ഛൻ പറഞ്ഞ അച്ഛൻ എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പോൾ നമ്മുടെ അച്ഛന്മാർ 1-2 പേര് പ്രത്യേകമായിട്ട് തണ്ണിക്കോട്ടിലച്ഛൻ പറഞ്ഞ അച്ഛൻ നേരത്തെ പുറത്തുണ്ടായിരുന്ന അച്ഛൻ ഇവിടെ വന്ന് ഏതാണ്ട് ഒരു വിശ്രമ ജീവിതത്തിനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ പരിപാടിയിൽ അദ്ദേഹത്തിന് വളരെ ആകർഷണമായിട്ട് അദ്ദേഹം വളരെ ചുമതലയായിട്ട്, പിന്നെ ഈ ഭദ്രാസനത്തിൽ തന്നെ അച്ഛന്മാർ അതുമായിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെയുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല, സത്യത്തിലില്ല. ഇതിനകത്ത് ഒരു ചിന്തയുണ്ടായെന്ന് കത്തോലിക്കാ സഭയിൽ ഇതുപോലുള്ള ഈ താമസിച്ച് ധ്യാനത്തിനുള്ള സൗകര്യമുള്ള വലിയ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ നമ്മുടെ ആൾക്കാർക്ക് വരാനും കുറേയുടെ അവരുടെ ഒരു ലിറ്റർജിക്കൽ പാരമ്പര്യത്തിൽ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൽ അവർ ധ്യാനം നടത്താനും വേണ്ടി ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തുടങ്ങിയത്. അത് വളരെ ഒരു നീഡ് മനസ്സിലാക്കി ചെയ്തതെന്ന് മാത്രമല്ല, നമ്മളൊരു കണ്ടുപിടുത്തമൊന്നുമല്ല. അത് അവർ നടത്തുന്ന പോലെ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി നമ്മുടെ ചർച്ചിൻ്റെ ഒരു ബാധ്യതയാണെന്ന് കൊണ്ട് ചെയ്യുന്നതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. അത് എൻ്റെ ഒരു നല്ല എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. നമ്മൾ വളരെ ക്ലോസ്ഡ് ഒന്നുമല്ല. അതിനകത്ത് പുതിയൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ളതിൽ ഈ പ്രസ്ഥാനം ഏതെല്ലാം തരത്തിൽ വളരെ വരാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം നമ്മൾ തുറന്നിട്ടുകൊണ്ടാണ്. അത് ഒഴിഞ്ഞിട്ട് ഇങ്ങനെ പാടുള്ളൂ ഒന്നുമില്ല. പിന്നെ ഒരു ഉള്ളത് എന്ന് പറയുന്നത്, പിന്നെ ഈ നമ്മുടെ സഭ ഇതുവരെ കടന്നു ചെന്നിട്ടില്ലാത്ത ചില മേഖലകളിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളത്. അതിനങ്ങനെ തുടങ്ങിയത് ഒന്നാണ് സ്വാശ്രയം എന്ന് പറഞ്ഞ് വെട്ടിക്കുള്ളൊരു പ്രസ്ഥാനം. അത് പ്രധാനമായിട്ട് നടുവൊടിഞ്ഞ് അവർക്ക് വേണ്ടി അവർക്ക്
നടുവൊടിഞ്ഞ മനുഷ്യരെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ അവർക്കൊന്നും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒടിയുന്നവർ തന്നെ വളരെ സാമ്പത്തികമായിട്ട് ഒരു 80% വളരെ താഴ്ന്ന നിലയിലുള്ള ആൾക്കാരാണ്. അവർ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്നവർ, മരത്തെ കയറുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് വീട് നടുവൊടിയുക എന്ന് പറയും. വണ്ടി ആക്സിഡന്റിൽ നിന്നും അപകടം പറ്റുന്നത് താരതമ്യേന നടുവൊടിയുന്ന ഒരു കുറവായിരിക്കും, പക്ഷെ ഉണ്ട് ചുരുക്കമാണ്. അപ്പോൾ ഇവർക്ക് ഒരു ട്രെയിനിങ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വെല്ലൂർ പോകാൻ ട്രെയിനിങ് കിട്ടാൻ സാധിക്കില്ല. അപ്പോൾ അവരെന്ത് സംഭവിക്കുന്നത്, അവർ വീട്ടിൽ വന്ന് കിടക്കും. അവരിങ്ങനെ പാരസൈറ്റായിട്ട്, അതായത് അവർ ഒരു പണി ചെയ്യില്ല, വീട്ടിലുള്ളവർക്കെല്ലാം ശല്യം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവർക്കിങ്ങനെ വന്നൊരു ഫെയ്റ്റാണ്. അപ്പോൾ അവർക്ക് അതിനോട് വളരെ ശക്തിയായ ആകർഷമുണ്ട്. അത് പോസിറ്റീവായിട്ട് ഇവരാരും കാണാറില്ല. അപ്പോൾ കിടന്ന കിടപ്പിൽ ഇന്ന് വീട്ടിലവർക്ക് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് സ്വന്തം ആയിട്ട് അവർ വീൽ ചെയർ യാത്ര ചെയ്യുക, ബാത്റൂമിൽ പോവുക, തന്നെ കുളിക്കുക, അത്യാവശ്യം ഭക്ഷണം കുക്ക് ചെയ്യുക, വേണമെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ കൈ ചിലപ്പോൾ ഫ്രീ ആയിരിക്കും അപ്പോൾ ചെയ്യുക. ഇത്തരം കാര്യത്തിൽ എക്യുപ്പ് ചെയ്യാനായിട്ടുള്ളൊരു അന്വേഷണമാണ്. അതിന് 2 ഘട്ടമുണ്ട്. ഒന്ന് ഇതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുക, അത് 3 മാസം നീണ്ടു നടക്കുന്ന ട്രെയിനിങ് കൊടുക്കുക. 2 അവർക്ക് വീട്ടിൽ ചെന്ന് സാധുക്കളുടെ കുടുംബമായതുകൊണ്ട് വീൽ ചെയർ കൊടുത്തുകൊണ്ട് നടക്കാൻ പറ്റും. അവരെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്യിക്കാം. തൊഴിൽ പരിശീലനം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വീട്ടിൽ പോയാൽ പല തൊഴിലും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാവില്ല. അത് 2ാം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1ാം ഘട്ടം നമ്മൾ തുടങ്ങി. 2ാം ഘട്ടം പാർഷ്യൽ പുനരധിവാസമുള്ളൂ. അതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഇല്ല. അപ്പോൾ വെട്ടിക്കൽ ഏതാണ്ട് ഉള്ള സ്ഥലത്ത് നമ്മൾ അത് തുടങ്ങി. ട്രെയിനിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചു. അവർക്ക് അതുപോലെ തന്നെ കുറച്ച് കുട്ടികളെ അവിടെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഈ OEN-ഉമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ അസംബിൾ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കിട്ടുന്ന ഒരു ചെറിയ ഇൻകം കൂടെ അവരുണ്ടാകും. നമുക്കൊരു ആത്മാഭിമാനത്തിൻ്റെ കാര്യമാണ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നത്. വേറെ ഏതെങ്കിലും ഒരു അവതാരത്തിൽ ജീവിക്കാൻ വ്യത്യാസം. ഇവർക്ക് നമ്മൾ ഈ ട്രെയിനിങ് മാത്രമേ കൊടുക്കുള്ളൂ, അതോ അവരുടെ മെഡിക്കൽ എന്തെങ്കിലും? മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നടുവൊടിഞ്ഞവർക്ക് സാധാരണ രീതിയിൽ അവർക്ക് ഈ കിടക്കുന്ന ബെഡ് സോർ ഉണ്ടാവുക അങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ വേറെ അങ്ങനെ മെഡിക്കലിൻ്റെ ആവശ്യമില്ല. പക്ഷേ മെഡിക്കൽ കെയർ ഡോക്ടറുണ്ട്. ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ഇവരെ ട്രെയിൻ ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ഉണ്ട്. അതുണ്ട്. തിരുമേനി ആദ്യം പറഞ്ഞു ഇങ്ങനെ ഈ ഇതിനു വേണ്ടി പണം വരിക്കുന്ന എനിക്കൊരു നമ്മുടെ ഒരു ബാധ്യതയാവാതെ ഇരിക്കാൻ. അപ്പോൾ ഇത്തരം ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചിലവ് വരുന്ന ഒരു പ്രോജക്റ്റ് അല്ലേ? അപ്പോൾ അതിന് എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റിസോഴ്സസ്? 2 തരത്തിലാണ് ചെയ്യുന്നത്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനകത്ത് ഒരു വ്യക്തി ഇതിനു വേണ്ടി സമ്പത്ത് സമാഹരിച്ച് ഇതുപോലെയുള്ളത് സാധിക്കുക എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ടൊരു വളരെ അടിസ്ഥാനപരമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കിട്ടുന്ന പണം വളരെ കൃത്യമായിട്ട് അത് ചിലവഴിക്കാറുള്ളത്. കാരണം അവിടെ സ്ഥലം വാങ്ങിച്ചു, 1.5 ഏക്കർ സ്ഥലം ഉണ്ടാകും. ആ സ്ഥലം വാങ്ങിച്ചു, അവിടെ കെട്ടിടം ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. 2ാമതാണ് ഈ പദ്ധതി നമ്മൾ ആലോചിക്കുന്നത്. അതായത് എൻ്റെ ബന്ധത്തിൽ അടുപ്പത്തിൽപ്പെട്ടൊരു പയ്യൻ, അവൻ ചെറുപ്പകാലത്തെ 10-20 അവർ ഏർലി 20s അവർ നടുവൊടിഞ്ഞു പോയി. നടുവൊടിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കുന്ന ഒരു വണ്ടി അത് പിടിച്ച് ഓടുകയായിരുന്നു. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തവരായിരുന്നു. അവൻ വെല്ലൂർ പോയി ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് സ്വന്തമായിട്ട് വർക്ക്ഷോപ്പ് തുടർന്ന് നടത്തി. സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും, നടുവൊടിഞ്ഞെങ്കിലും സ്വന്തമായിട്ട് കുക്ക് ചെയ്യും, സ്വന്തമായിട്ട് കുളിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. അവർ ഈ കുറേ നാൾ കഴിഞ്ഞിട്ട് അവന് തോന്നി ഞാൻ ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, എന്നെപ്പോലെ ഒത്തിരി പേര് ഈ നാട്ടിൽ ഉണ്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു. റജീനാണ് പേര്. 1-2 പ്രാവശ്യം പല മറ്റ് പത്രമാസികളൊക്കെ ഇതൊക്കെ സംബന്ധിച്ചൊക്കെ ഒരു ഫീച്ചർ ഒക്കെ വന്നതാണ്. അപ്പോൾ ഞാനപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു പരിപാടി തുടങ്ങാം എന്ന് പറഞ്ഞ് നമ്മളതിൻ്റെ ഫണ്ട് ആദ്യത്തെ ഒരു 8-10 പേരെ ചേർത്ത് അവരെല്ലാം ഒരു 50,000 രൂപ വെച്ച് തന്നു. എന്നുവെച്ചാൽ ആദ്യത്തെ ഒരു തുടങ്ങാൻ വേണ്ടി. പിന്നെ ബാങ്ക് ലോൺ എടുത്തു. പിന്നെ എനിക്ക് ഇവിടുന്ന് എവിടെയെങ്കിലൊക്കെ പോയി ഒരു രൂപ കിട്ടുന്ന സാധനങ്ങൾ കൊടുത്തു. പിന്നെ ആരെങ്കിലും അങ്ങനെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി. കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് നമ്മൾ പരിപാടി തുടങ്ങി. 1ാം നിലയിൽ പരിപാടി തുടങ്ങിയിരുന്നു. അപ്പോൾ അത് തീർത്ത് കഴിഞ്ഞപ്പോൾ അതിന് ലയബിലിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിൻ്റെ റണ്ണിങ്, ഡേ ടു ഡേ റണ്ണിങ് എന്ന് പറയുന്നത് 2 തരത്തിൽ നടക്കും. ഒന്ന്, ഈ വരുന്ന ആൾക്കാർ സാമ്പത്തിക ശേഷി ഉള്ളവരാണെങ്കിൽ അവർ ഫീസ് അടയ്ക്കാൻ പറയും. അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരെങ്കിലും അപ്രോച്ച് ചെയ്യും, ഇങ്ങനെ ഒരാൾക്ക് വന്നിട്ടുണ്ട് അവർക്ക് ഉള്ള ഫീസ്, അതായത് അവിടെ അയാൾക്കുള്ള ഭക്ഷണം, ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള ചില ഫീസ് കൊടുക്കണം. അത് അവരെ കൊണ്ട് കൊടുപ്പിക്കും. അതിന് സാധ്യതയില്ലെങ്കിൽ നമ്മൾ തന്നെ ടേക്കപ്പ് ചെയ്യും. വേറെ ഏതെങ്കിലും സോഴ്സിൽ നമ്മൾ സ്വന്തമായിട്ട് ക്യാപിറ്റൽ ഇതിൻ്റെ അങ്ങനെയാണ് ചെയ്യുന്നത്.
ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിന് ഒരു മാസം അല്ലെ ഒരു വർഷം എന്ത് ചിലവ് വരും? അത് ഒരാൾക്ക് എനിക്ക് ഒരു 3 മാസത്തെ നമ്മൾ 5000 രൂപ വെച്ച് മാസം വാങ്ങിക്കും. അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. അതായത് ഫുഡ്, അക്കോമഡേഷൻ, പിന്നെ ഈ ഇതുണ്ടല്ലോ ഇവരുടെ ഈ ട്രെയിനിങ്, മരുന്ന്, മെഡിക്കൽ എക്സ്പെൻസ്, ട്രെയിനിങ്, ഇതെല്ലാത്തിനും കൂടെ അത് കൂടുതൽ ചിലവാണ്. അത് 2 പേര് വരും, ഒരാൾ ബൈസ്റ്റാൻഡറുമാണ്. അപ്പോൾ നമുക്ക് ഈ പണം എന്ന് പറഞ്ഞാൽ വേറെ മിനിമം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അത് തരാൻ സാധിക്കുന്ന ആൾക്കാരോട് അത് വാങ്ങിക്കും. അല്ലാത്തവർ വേറെ ആരെങ്കിലും നമ്മൾ ചിലപ്പോൾ ഓഫർ ചെയ്യും, ആർക്കെങ്കിലും കൊടുക്കാം. മൂന്നാമത് ഇത് നടക്കില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിടാറില്ല, നമ്മൾ തന്നെ അതിനെ ടേക്കപ്പ് ചെയ്യും. ഈ 3 തരത്തിലാണ് അത് എടുക്കുന്നത്. പിന്നെ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നടന്നു. ഇപ്പോൾ എല്ലാം ഇതുപോലുള്ള പ്രോജക്റ്റുകൾ സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു പ്രസ്ഥാനം പോയതെന്ന് ഞാൻ മനുഷ്യൻ്റെ ആയുസ് എത്ര കാലമെന്ന് പറയുന്നത്. എൻ്റെ ഒരു കാലം കഴിഞ്ഞാൽ പിന്നെ ഇത് താല്പര്യമില്ലാത്ത ഒരാളെ ചുമതലയിൽ വരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഇത് പിന്നെ മുന്നോട്ട് പോകില്ലാത്തൊരു ചുറ്റുപാട് വരും. അതുകൊണ്ട് അതിൽ തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, 2ാം നില എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് അവിടെ ഒരു ഹോസ്റ്റലാക്കി. അപ്പോൾ അതിനകത്ത് 2 കാര്യമുണ്ട്. ചെറുപ്പക്കാർ പിള്ളേർ ഇവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, വളരെ ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്. ഒപ്പം തന്നെ എപ്പോഴും വളരെ സജീവമായിരിക്കും. അല്ലെങ്കിൽ ഈ പാടില്ലാത്ത കുട്ടികൾ തന്നെ ജീവിക്കുന്നവരിൽ മാറി ഒരു ഇൻട്രാക്ഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുവഴി നമുക്കൊരു ഇൻകം ഉണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന ലയബിലിറ്റി സാവകാശം ഇവരുടെ ഇൻകം കൊണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് ഇത് പണിതതിൻ്റെ ചിലവ് തീർന്നു കഴിയുമ്പോൾ ഇവരിൽ നിന്നൊരു ചെറിയ ഇൻകം സപ്പോർട്ട് ഇവർക്ക് കിട്ടും. അങ്ങനെ ഈ പ്രസ്ഥാനം തനിയെ വേറെ ഒരു കുറേ സപ്പോർട്ട് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ കണക്കൂട്ടിരിക്കും. അതിപ്പോൾ എല്ലാ പ്രസ്ഥാനങ്ങളുടെ അതുപോലെ തന്നെ ഇത്രയും പേര് ആൾക്കാർ ഇതിനകത്ത് 5-8 പേര് ഇപ്പോൾ ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്. അവർ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നവരാണ്. നല്ല വിദ്യാഭ്യാസമുള്ളവരും വളരെ കാര്യശേഷിയുള്ളവരും. അപ്പോൾ അവർക്ക് ഇതിനകത്ത് വരിക. പിന്നെ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് റൺ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് നടുപാടില്ലാത്ത പയ്യൻ, അവനാണ് ഇതിൻ്റെ അവിടുത്തെ ഡേ ടു ഡേ. നമ്മുടെ ഒരു അച്ഛനുണ്ട്, അവരെല്ലാവരും ചേർന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പോലെയുള്ള ഒരാൾ അതിൻ്റെ നേതൃത്വത്തിൽ വരികയും നടത്തുകയും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു സെൻസിറ്റിവിറ്റിയോടുകൂടി പ്രസ്ഥാനം നടത്തിക്കൊണ്ടു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് പോകുന്നത് നന്നായിട്ട് നടക്കും. ഇനിയിപ്പോൾ അതിൻ്റെ 2ാമത്തെ റീഹാബിലിറ്റേഷനെ പറ്റി ആലോചിക്കുന്നുണ്ട്. പക്ഷേ എറണാകുളം ജില്ലയിൽ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വലിയ വില, ഇത് സെൻറ്റിന് ഒരു 1.5-2 ലക്ഷം രൂപ എന്ന് പറയുന്നത് സാധാരണ വരികയായി. അപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്ഥലം വാങ്ങിക്കുന്നതിനെ പറ്റി വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഇതിന് ഇപ്പോൾ തന്നെയാണെങ്കിൽ വെള്ളം കിട്ടാനില്ല. ഇപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിന് നമ്മൾ വാങ്ങിച്ചത് കണ്ടത്തിൻ്റെ ഏരിയ, അതിന് തന്നെ 5 ലക്ഷം രൂപയായി. അപ്പോൾ ഇതുപോലെയുള്ള ചെലവുകൾ വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിനിമം ആയിട്ടുള്ള ബഡ്ജറ്റിലൊക്കെ അല്ലേ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 2ാം ഘട്ടത്തെ പറ്റി ഇപ്പോൾ കാര്യമായിട്ട് നമ്മൾ ആലോചിക്കുന്നില്ല. ഈ തീർത്ത് നിവൃത്തിയില്ലാത്ത കുട്ടികൾ നമ്മൾ വീട്ടിൽ പോകില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സംരക്ഷണം കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെറുപ്പക്കാർ മാത്രം കുറച്ച് പേര് റീഹാബിലിറ്റേഷൻ ഉള്ള സൗകര്യം ചെയ്യുന്നുണ്ട്. അവരെന്തെങ്കിലും ഇതുപോലെയുള്ള തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻകം അവർക്ക് സൂക്ഷിക്കാം, അവർക്കൊരു ആവശ്യമില്ല. അപ്പോൾ അതിനൊരു ആത്മാഭിമാനത്തിൻ്റെ കാര്യം ജീവിതം വർത്താണ് എന്ന് ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഈ നമ്മുടെ സഭയിൽ ഈ സൈക്കാട്രിക് പേഷ്യൻസിൻ്റെ കാര്യം, അതുപോലെ മാനസികമായിട്ട് പ്രശ്നം ഉള്ള മനുഷ്യരുടെ കാര്യം നോക്കാനുള്ള ഒരു ശാസ്ത്രീയമായിട്ട് നോക്കാനുള്ള ആശുപത്രികളൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇപ്പോൾ കൂത്താട്ടുള്ളൊരു സന്തുല എന്ന് പറയുന്നത്, ബാലൻസിങ് ആണ് മനുഷ്യന്. അപ്പോൾ ഒരു പുതിയ പ്രസ്ഥാനം, മറ്റേ ഇതിന് മുമ്പ് പറഞ്ഞ സാധനത്തിൻ്റെ പേര് നടുവൊടിഞ്ഞെന്ന് പറഞ്ഞാൽ സ്വാശ്രയാണ്. അവരെ എക്യുപ്പ് ചെയ്യുക, സ്വന്തം ആളത്വത്തിൽ നമ്മൾ കഴിവിൽ ഡിപ്പെൻഡ് ചെയ്യാനായി. മറ്റേത് എൻ്റെ ഒരു പ്രധാന താല്പര്യം എന്ന് പറയുന്നത്, ഒന്നാമത് ഈ പുതിയ ഒരു സാമ്പത്തിക ഘടനയൊക്കെ വന്ന സമയത്ത് ശേഷം മനുഷ്യൻ ഒത്തിരി ഇവിടെ വളരെ ഇടിച്ച് മാത്രം മുന്നോട്ട് കയറാവുന്ന ഒരു കോമ്പറ്റീഷൻ മേഖലയാകുമ്പോൾ മനുഷ്യൻ ഒത്തിരി മാനസികമായ ടെൻഷൻ അനുഭവിക്കുന്ന സമൂഹമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ഒരു പരിധി വിട്ടവർക്ക് മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ചർച്ച നിർണ്ണയം ചെയ്യണം. 2ാമത് മദ്യപാനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഡി അഡിക്ഷൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ അൾസൈമേഴ്സ് എന്ന് പറഞ്ഞ പ്രായം കഴിഞ്ഞ് വരുന്ന രോഗമാണ്. അപ്പോൾ ഓർമ്മക്കുറവ് വരുന്നതിൻ്റെ അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യമില്ല. ഇവരെപ്പോഴാണെങ്കിലും വീട് വിട്ട് ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പുനരധിവസിപ്പിക്കാതെ പറഞ്ഞ സാഹചര്യമില്ല. പിന്നെ കുട്ടികളുടെ ഇടയ്ക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് ഒത്തിരി മാനസിക പ്രശ്നങ്ങളുള്ള സാഹചര്യമുണ്ട്. ഇവരെ ആ നീഡ്സ് കേറ്റർ ചെയ്യാനായിട്ട് ചർച്ച ഇതുവരെ ഒരു കാര്യമായിട്ടൊരു പ്രവർത്തനം നടന്നിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമായി വടകര എന്ന് പറയുന്ന സാധനം ഹോസ്പിറ്റലിൽ. ഈ ഹോം ഫോർ ദി മെന്റലി ചാലഞ്ച് എന്നൊക്കെ പറയുന്നതെന്ന് എന്ത് ഡിഫറൻസ് ആണ് ഇതിലുള്ളത്? ഹോം ഫോർ ദി മെന്റലി ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ
ഒരു ഈ പറയല്ലേ മന്ദബുദ്ധി റിട്ടാർഡേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഇതാണ്. ഇതങ്ങനെയല്ല, ഇതെല്ലാം രോഗികളെയും നമ്മൾ ചികിത്സിക്കും. അത് പിന്നെ അവിടെ സ്ഥിരമായി താമസിക്കുന്നവരല്ല, അതിന്റെ ട്രീറ്റ്മെന്റ് ആണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സ്കൂളുകളിലും മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പത്തിലുള്ള ആൾക്കാരെ അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 30% 20% കുട്ടികൾക്കുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അവരെ അത് മനസ്സിലാക്കാണ്ടാണ് ഈ സ്കൂളുകളിൽ അവരെ നിർബന്ധിച്ചും തല്ലിയും കൊട്ടിയൊക്കെ പഠിപ്പിക്കുന്നത്. അത് മാറ്റി അവർക്ക് എന്താ കുഴപ്പമെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ സ്കൂളുകളിലൊക്കെ പോയി ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ നമ്മളൊരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി, അല്ലാതെ ആശുപത്രി ഇരുന്ന് ചികിത്സ മാത്രമല്ല, വളരെ പോയി ചികിത്സ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു സെൻ്ററായിട്ട് ഇപ്പോൾ ഈ മാർച്ചിലോട് കൂടിയൊക്കെ ഹോസ്പിറ്റൽ ലോഞ്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പണികൾ തീർന്നു വരുന്നു. ഇതൊരു ഹോസ്പിറ്റലാണ്, അപ്പോൾ അവിടെ ആരും അങ്ങനെ താമസിക്കുന്നില്ല? ഹോസ്പിറ്റലുണ്ട്. അത് നമ്മളതിന് ഫുൾ ഫ്ലഡ്ജിൽ അതിന് തീർന്നു കഴിയുമ്പോൾ 500 പേരിൽ അധികം പേർക്ക് നമ്മൾ അവിടെ താമസിക്കാനുള്ള ക്രമീകരണത്തിലാണ് കഴിയുന്നത്. ഇത് ഇപ്പോൾ രാവിലത്തെ താഴത്തെ ഇത് മാത്രമല്ല, ഇപ്പോൾ 500 പേർക്ക് താമസിക്കാനുള്ള നമുക്കിപ്പോൾ ഉടനെ തുടങ്ങാനുള്ള സാമ്പത്തികം ഉണ്ടാകേണ്ടതുണ്ട്. ഇത് ഇപ്പോൾ 10-70 പേർക്കുള്ള സൗകര്യത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അതിൻ്റെ ഒരു ക്രമാനുഗതമായ വളർച്ചയുടെ സമയത്ത് പിന്നെ ബിൽഡപ്പ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മാസ്റ്റർ പ്ലാനില്ല പണിയുന്നത്. ഇത് ഏത് സ്ഥലമാണെന്ന് പറഞ്ഞാൽ? ഇത് വടകര എന്ന് പറയും. വടകര നമ്മുടെ പള്ളിയുടെ കുറച്ച് കൂത്താട്ടുളം വടകര റോഡിൽ പൈറ്റിക്കുളം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേരാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഈ ഇതുപോലെയുള്ള പിന്നെ ഒരു സ്ഥാപനമാണ് ഇവിടെ ഈ പാമ്പാക്കട ഉള്ളത്. അത് എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു ഇതില്ലേ നമ്മുടെ സമൂഹവുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷന് വേണ്ടിയുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മൾ ഈ ക്രൈസ്തവർ അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയില്ല. നേരെ മറിച്ച് പുറം ലോകവുമായിട്ട് അവരെ ഇൻ്റലക്ച്വലായിട്ടും മതപരമായിട്ടും അതുപോലെ സാമൂഹ്യമായിട്ടും ഇൻട്രാക്ട് ചെയ്യാനായിട്ട് എക്വിപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ രീതിയിൽ ഈ മതകാര്യങ്ങളിൽ അല്ലെങ്കിൽ സഭയുടെ ഈ കാര്യങ്ങൾ മാത്രം ജനങ്ങൾക്ക് ഇത് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുറേ തുറന്ന മനസ്സുള്ളവരും നമ്മൾ പറഞ്ഞ വളരെ ബുദ്ധിമാന്മാരായ ആൾക്കാർ, അതുപോലെ തന്നെ അവർക്ക് ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒരു ഇടം കിട്ടാതെ വരും. അപ്പോൾ അവർ സഭാജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവരവർ വളരെ സെക്യൂർ ലൈഫിൽ അങ്ങ് പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവരെല്ലാം സഭയുടെ ഇതിലേക്ക് കൊണ്ടുവരിക, അവർക്ക് പ്രവർത്തിക്കാൻ ഇടം കിട്ടുക, അവർക്ക് അതിന് വേണ്ടിയുള്ളൊരു ഓറിയൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ തിരുമേനി പറഞ്ഞപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്ത് ചോദിക്കാം. ഒരു എഞ്ചിനീയറിനെ എങ്ങനെ ഈ പ്രോജക്റ്റിൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളായിരിക്കും തൊട്ടേ, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പഠിക്കുന്ന സമയത്തില്ലേ, അന്ന് തന്നെ കുട്ടികളെ ഈ പലതരത്തിലുള്ള മിടുക്കരായ പിള്ളേർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നമ്മളോട് കുട്ടി സെമിനാറുകളൊക്കെ വിളിച്ചു കൂട്ടും. ഇപ്പോൾ പള്ളികളിൽ നിന്നൊക്കെ അന്വേഷിച്ച് അറിയാവുന്ന തന്നെ മിടുക്കർ പിള്ളേരൊക്കെ അവർക്ക് പഠനത്തിൻ്റെ സമയത്ത് അവർക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക. 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത് അവരുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഇത് കൊടുക്കുക. യൂത്തിൻ്റെ മീറ്റിങ്ങുകൾ, കൊച്ചു പിള്ളേരുടെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക. അപ്പോൾ അവരെ ചെറുപ്പം തൊട്ടേ ചർച്ചിൻ്റെ ഇപ്പോൾ അവർ വരുമ്പോൾ ഇവിടെ ചെയ്യുന്ന ഈ വിശ്വാസകാര്യം മാത്രം പഠിപ്പിക്കുകയല്ല, മീഡിയയെ പറ്റി കാണും, രാഷ്ട്രീയത്തെ പറ്റി കാണും, ഇപ്പോഴത്തെ ഗ്ലോബലൈസേഷനെ പറ്റി, മാർക്കറ്റ് എക്കോണമിയെ പറ്റി കാണും, ഇത് അല്ലെങ്കിൽ കാലാവസ്ഥ പരിസ്ഥിതിയെ പറ്റി കാണും. ഇതുപോലുള്ള ഇഷ്യൂസ് വളരെ ചർച്ച് റിലേറ്റഡ് ആയിട്ട് ഇതെല്ലാം സഭയുടെ കൺസേൺസ് ആണ് ഇതിനകത്തെല്ലാം ഉള്ളത്. അപ്പോൾ അവർക്ക് ഈ ചർച്ചിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഈ നോയമ്പ് ഉപവാസം അങ്ങനെയുള്ള പ്രാർത്ഥനയല്ല, ഈ ലോകത്തിൽ ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അവരത് പഠിക്കുമ്പോൾ അവർക്കൊരു വലിയൊരു ബന്ധമാണ് സഭയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഈ തരത്തിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൃത്യമായിട്ട് ഇപ്പോൾ അങ്ങനെ ഒരു വന്നില്ല. പക്ഷേ ഇതെല്ലാം നമുക്കൊരു അജണ്ടയിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സോഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇപ്പോൾ അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ പറഞ്ഞിപ്പോൾ ഈ തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം ആണവ കരാർ, ഉടനെ അതിനെപ്പറ്റി ഒരു സെമിനാർ, അതിപ്പോൾ അതിൻ്റെ വലിയ എഞ്ചിനീയേഴ്സിനെയോ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ചാണ് ഇവിടെ വിളിക്കണേ. അപ്പോൾ കുറേ ആൾക്കാർ ഒരു ചർച്ച സംവാദം വരും. അപ്പോൾ ആൾക്കാർ ഈ ചർച്ചിനകത്ത് അധികം വളരെ ഇൻവോൾവ് അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് വരും.
അപ്പോൾ സഭയുടെ കൺസേൺസ് മനസ്സിലാക്കി അതിനകത്ത് ഈ പ്രസ്ഥാനത്തോട് സഭയോട് ആത്മീയമായിട്ട് ബന്ധം ഉണ്ടാകാനായിട്ട് ഇതുപോലെ അല്ല അത് നമ്മളൊരു ബാധ്യതയാണ്. അതുപോലെ ഈ മത തീവ്രവാദത്തിൻ്റെ സമയത്ത് അതുപോലെയുള്ള ഇഷ്യൂസ് മറ്റുള്ള ഇപ്പോൾ ഇസ്ലാമിനെ പറ്റിയൊക്കെ മനുഷ്യർക്ക് വളരെ തെറ്റിദ്ധാരണജനകമായ സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടി അവർ എന്താണ് നിങ്ങൾ ഈ വിവാഹം സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, അപ്പോൾ അത് നമ്മൾ കേട്ടിരിക്കും, സംവാദം ഉണ്ടാകും. അപ്പോൾ അതുപോലെയുള്ള പിന്നെ ഈ പറഞ്ഞല്ലോ ചെറുപ്പക്കാരുടെ മീറ്റിങ്ങുകൾ, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ദളിത്സിലുള്ള മീറ്റിംഗ്, മറ്റുള്ള ഈ എന്തെങ്കിലും പുതിയ ഏരിയയിൽ എന്തെങ്കിലും വിജ്ഞാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അറിയാനുള്ള സാധ്യതകൾ, സ്റ്റഡി ക്ലാസ്, വർക്ക്ഷോപ്പുകൾ ഇങ്ങനെയൊക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഒരു നല്ല ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കാലം ഇങ്ങനെ ഈ വേദശാസ്ത്ര പഠനം എക്സ്റ്റേണലായിട്ട് ഉള്ള യൂണിവേഴ്സിറ്റിയിലല്ലാതെ സ്വതന്ത്രമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് തൽക്കാലത്തേക്ക് നിർത്തി. ഈ ലൈബ്രറിയെ കുറിച്ചൊരു കുറച്ച് ഡീറ്റെയിൽസ് തരാമോ? ലൈബ്രറി എങ്ങനത്തെ ബുക്സ് ആണ് അവിടെ ഉള്ളത്? ഒരു തിയോളജിക്കലായിട്ട് റിലേറ്റഡ് ആണ് പുസ്തകങ്ങൾ കൂടുതലും. അത് സോഷ്യൽ നമ്മുടെ സമൂഹത്തെ പറ്റിയുള്ളതുണ്ട്, എക്കണോമിക്സിനെ പറ്റിയുണ്ട്, ചരിത്രത്തെ പറ്റിയുണ്ട്, വേദശാസ്ത്രം സംബന്ധിച്ചുണ്ട്, വേദശാസ്ത്ര പഠനങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. ഇപ്പോൾ ഈ നോവലും നാടകം അങ്ങനെയുള്ളതും അധികം കാണുക. അല്ലാത്ത വളരെ വസ്തുനിഷ്ഠമായ മറ്റു പുസ്തകങ്ങളാണ് കൂടുതൽ. അതുപോലെയുള്ള മാസികകൾ ഒക്കെ. ഇപ്പോൾ ഈ സെമിനാറുകളൊക്കെ നടത്തുമ്പം ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണ്? റെസ്പോൺസ് ചിലതിനൊക്കെ നന്നായിട്ടുണ്ട്, ചിലതിന് താരതമ്യേന കുറവായിട്ട് വരും. അത് ഒരു 70-80 പേരൊക്കെ സാധാരണ വരാറുണ്ട്. അതായത് ഒരു ആവറേജ്. പിന്നെ ചിലപ്പോൾ 40-30 പേരൊക്കെ വരും. അതിനകത്ത് ഒരു നല്ലൊരു അക്കാഡമിക് ഒരു നല്ലൊരു ഫാക്കൽറ്റി ഉണ്ട്. എൻ്റെ പ്രധാന ചുമതലക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ പ്രൊഫസറായിരുന്നു പ്രൊഫസർ എം ഡി മത്തായി. പുള്ളിക്കാരനാണ് അതിൻ്റെ പ്രധാന ഫംഗ്ഷണറി എന്ന് പറഞ്ഞത്. പിന്നെ സോഷ്യൽ അനാലിസിസിൽ മധുരയിൽ നിന്ന് മാസ്റ്റേഴ്സ് കഴിഞ്ഞ നമ്മുടെ അച്ഛനുണ്ട്. പിന്നെ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ മാസ്റ്റേഴ്സ് കഴിഞ്ഞൊരു അച്ഛനുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഒരു സ്കൂള്, ഞാൻ പറഞ്ഞപ്പോൾ സ്കൂള് എല്ലാവരും മീഡിയോക്കർ തലത്തിൽ സ്കൂൾ നടത്തുക, ലാഭം ഉണ്ടാക്കാൻ ഇത് മാറ്റം വരുത്തണം. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല സ്കൂൾ നടത്തുക, നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു രീതി ഉണ്ടാക്കണം എന്നുള്ളതിനെ പറ്റി ചിന്തയുണ്ടായതിൻ്റെ ഫലമായിട്ട് വളരെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടിച്ചേർത്തൊരു സ്കൂള്, CBSE സ്കൂളാണ്. പക്ഷേ അത് വളരെ നമ്മൾ ഒരു പുതിയ കാഴ്ചപ്പാടിലൊരു രീതിയിൽ നടത്താനായിട്ട് തുടങ്ങിയുള്ളൂ. നല്ല റെസ്പോൺസാണുള്ളത്. അത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു റിട്ടയർമെൻറ്റ് ഹോം തുടങ്ങി. അച്ഛന്മാർക്ക് ഒരു കല്യാണം കഴിക്കാത്ത അച്ഛന്മാർക്ക് സംരക്ഷണം ഇല്ലാതെ അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ അതല്ലാത്തവർക്കും കൊടുത്തു. പക്ഷെ അത് നമ്മൾ പേ ചെയ്താൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചാരിറ്റി മാത്രമായിട്ട്, ചാരിറ്റി എന്ന് പറഞ്ഞാൽ പണം വാങ്ങിയാലും ചാരിറ്റിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ കാരണന്മാർക്ക് നോക്കാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഒരു നല്ല ഇടം കിട്ടുക. അവിടെ എല്ലാ ദിവസവും സന്ധ്യാസ്കാരമുണ്ട്, ഞായറാഴ്ച കുർബാനയുണ്ട്. അപ്പോൾ ഒരു വളരെ റിലീജിയസ് അറ്റ്മോസ്ഫിയറിൽ ജീവിതകാലം കഴിച്ചു കൂട്ടാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പണം വാങ്ങുന്നുണ്ടോ എന്നുള്ളത് പണം വാങ്ങിക്കാതെ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനം സാഹചര്യമില്ല. നമ്മൾ പിരിക്കേണ്ടതായിട്ടൊക്കെ വരും. അത് വലിയ ബുദ്ധിമുട്ടായി. ഇതിൻ്റെ കൂടുതൽ ഈ ഭീമമായ ഇൻവെസ്റ്റ്മെൻറ്റിനോടുകൂടി നടത്തിപ്പിന് വേണ്ടി അതിനകത്ത് അങ്ങനെയാണ് നടത്തുന്നത്. പക്ഷേ അതോടൊപ്പം നമ്മൾ ഭാവിയിൽ ഇതിനേതെങ്കിലും തരത്തിലുള്ള ഒരു മിച്ചമുണ്ടാകുന്നൊരു സാഹചര്യം വരുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ദരിദ്രർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ടിയുള്ളൊരു ഭവനം കൂടെ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വേറൊരു ആശുപത്രി നമ്മൾ എലഞ്ഞി തുടങ്ങുന്നുണ്ട്. എലഞ്ഞി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇതിൻ്റെ അകത്തുനിന്ന് ഫണ്ട് എന്ന് പറയുന്നത് ബാക്കി ഉള്ള ആൾക്കാരുടെ ഫണ്ടാണ്. നമ്മളത് കോർഡിനേറ്റ് ചെയ്ത് അങ്ങനെ നടത്തിക്കൊണ്ട് പോകണം. അതൊരു ക്യാൻസറിൻ്റെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റോട് കൂടി ഉള്ളൊരു ഹോസ്പിറ്റലാണ്. അതിനകത്ത് ഏതാണ്ട് 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഏതാണ്ട് തീർന്നു വരുന്നു. OP ക്യാൻസറിനുള്ളത് തുടങ്ങി വിത്ത് ജനറൽ മെഡിസിൻ. പിന്നെ IPക്കുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. സെബിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അത് നന്നായിട്ട് നടത്താൻ അത് നമ്മളൊരു 100 ബെഡ് പേഷ്യൻസിന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള താല്പര്യത്തിലാണ് അത് നടത്തുന്നത്. പിന്നെ പിന്നെ നമ്മളൊരു വേറൊരു ഇത് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ മാർച്ചിലൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഈ ഇവിടെ കോളേജ് കഴിഞ്ഞ് വരിക്കോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ SLCക്ക് തോറ്റുപോയ ഡ്രോപ്പ് ഔട്ട്സ് ആവുന്ന കുട്ടികളുടെ
ITC പോലെയുള്ളതിനകത്ത് കുറേ തിയറിയാണ്. ഇത് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യുക. എന്നുവെച്ചാൽ ഈ ഗൾഫിലേക്കൊക്കെ ആവശ്യം വരെ എഡിറ്റർ, പിന്നെ ഇതില്ല AC മെക്കാനിക് എന്നൊക്കെ പറഞ്ഞ ഒത്തിരിയുള്ള അത് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഇവിടെ അവിടെ നമ്മുടെ ആൾക്കാരും അല്ലാത്തവരും അവിടെ ഈ സ്വന്തമായിട്ട് ഫാക്ടറിയൊക്കെ ഉള്ള ആൾക്കാർ, ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെയുള്ളവരെ സേവനം കിട്ടാനായിട്ട്, അപ്പോൾ അവർക്ക് വേണ്ടി ട്രെയിൻ ചെയ്യാനായിട്ട് NTTF എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട്. അത് നമ്മളൊരു കൊലാബറേഷനിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് അത് ഇങ്ങനെ ഒരു ആൻറ്റി സോഷ്യലായിട്ട് മാറിപ്പോകാനായിട്ട് അതിനുള്ള ആലോചനയുണ്ട്. ഇപ്പോൾ അതിനകത്ത് വന്നേക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ സാമ്പത്തിക NTTFനെ സഹകരിക്കാനുള്ള അവരുടെ ഭാഗത്ത് നിന്ന് സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇത്തിരി ഒരു ഡള്ളായിട്ടൊരു സാഹചര്യമുണ്ട്. എങ്കിലും മാർച്ചോടുകൂടി തുടങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ അതൊക്കെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് സാധനം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ പറ്റില്ല. പിന്നെ ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് ഇതൊരു നല്ലൊരു അവയർനെസ് ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവക ആശംസകളും ഇതിനും പ്രാർത്ഥനയിലും. വലിയ സന്തോഷം. ഇപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നത് കാര്യം ഇതൊക്കെയാണ്. ഈ സംഗതികൾ ബാക്കിയുള്ളവരെ അറിയിക്കുക എന്നുള്ളതൊരു ഇതാണെങ്കിൽ അതിനകത്ത് വളരെ ഹാൻഡിക്യാപ്റ്റാണ്. അതിനകത്ത് കാര്യം വളരെ മിടുക്കരായ ആൾക്കാർ ഈ പ്രസ്ഥാനങ്ങളുമായിട്ട് എല്ലാം സഹകരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം അതിനകത്ത് പ്രധാനമായിട്ടും ആ ഒരു ആസ്പെക്റ്റ് വേണ്ട വിധം എല്ലാത്തിനും ഇതൊക്കെ ഉണ്ട്. എന്താ വെബ്സൈറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് തന്നെ ഒരു പബ്ലിസിറ്റി കിട്ടുന്നില്ല. ഇങ്ങനെ വെബ്സൈറ്റ് ഉള്ളത് പോലും അറിയാനുള്ള ഇത്തിരിയോടെയൊക്കെ ശ്രദ്ധിക്കണം എന്ന ചിന്തയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിൽ നടന്നു പോകണം. അതിൻ്റെ പ്രവർത്തകർ അങ്ങനെയുള്ള ഒരു എൻലൈറ്റൻഡ് ആൾക്കാർ അസോസിയേറ്റ് ചെയ്തല്ലാത്തിനുള്ളൂ. ഇതിനെല്ലാം ഉപരിയായിട്ട് ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുണ്ടാകുമ്പോൾ ചർച്ചിൻ്റെ പല മേഖലകളും ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ ചേർന്ന് ചർച്ചിൻ്റെ ഒരു വേദികളായിട്ട് ഈ ഓരോ പ്രസ്ഥാനവും വരുകയും അപ്പോൾ ഈ ഒറ്റപ്പെട്ട ആൾക്കാർ അവരുടെ ആശയങ്ങളും സമ്പത്ത് എല്ലാം പങ്കുവയ്ക്കാൻ അതുകൊണ്ട് സഹകരിക്കാനുള്ള മേഖലകളാകുമ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഡെവലപ്പ് ചെയ്തു വരുന്നു. അതെനിക്ക് വലിയൊരു സന്തോഷം. എന്ന് വെച്ചാൽ ഈ ഡയസിസിലെ വളരെ എൻലൈറ്റൻഡ് ആൾക്കാരുടെ സാവകാശം ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരിക്കുമ്പോൾ ആത്യന്തികമായി ഇതെല്ലായിട്ടും ഒരു കൂട്ടായ്മ വരും, ഒരു ഫെലോഷിപ്പ്. അത് അത്തരത്തിലൊരു ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് ചിന്തിക്കുന്നത്. അതും ഇതിനകത്തുള്ള ഇതുണ്ട്.